morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. Solve the initial value problem y double dash minus 2y dash plus 5y is equal to 0. ഇവിടെ y0 is equal to -3, y dash 0 is equal to 1. ഇത് ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്ത് ഇതിന്റെ y കണ്ടുപിടിക്കണം. ഇതിന്റെ ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്ന കോൺസ്റ്റന്റിനും കൂടി വാല്യൂ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? y double dash minus 2y dash plus 5y is equal to 0. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ ഫസ്റ്റ് വി റൈറ്റ് ദി ഓക്സിലറി ഇക്വേഷൻ. ഓക്സിലറി ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ലാംഡ സ്ക്വയർ minus 2 lambda plus 5 is equal to 0. ലാംഡ സ്ക്വയർ minus 2 lambda plus 5 is equal to 0. ഈ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കുക. ലാംഡയുടെ വാല്യൂ എന്താണ്? 2 plus or minus root of b square 4 minus 4ac 4 divided by ഈ 2 അപ്പോൾ നമ്മൾ ഈ ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ പ്ലസ് 5 is equal to 0 ആണ് നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ലാംഡ is equal to 2 plus or minus 4 minus root 20 4 minus root 20 divided by 2 that is equal to 2 plus or minus root of minus 16 by 2 that is 2 plus or minus roots minus 16 അങ്ങനെ എഴുതാം 4 into അല്ലേ 4 square 4 into 4 into minus 1 divided by 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ is equal to 2 plus or minus ഒരു 4 പുറത്ത് വരുമ്പോൾ നമുക്ക് 4 വരും root of minus 1 ന് വരെ i നോക്കാം divided by 2 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 plus or minus 2. അപ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ എത്ര കിട്ടി? 1 plus or minus 2i എന്നാണ് ലാംഡയുടെ വാല്യൂ. ഇവിടെ ലാംഡയുടെ വാല്യൂ ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ. റൂട്ട്സ് ആർ റിയൽ ആൻഡ് ഇമാജിനറി. ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ഫോം. ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ഫോമിലാണെങ്കിൽ നമുക്ക് y എഴുതാനുള്ള ഫോർമുല എന്താണ്? y is equal to നമ്മുടെ ഫോർമുല e raised to alpha x c1 cos beta x plus c2 sin beta x ഇത് ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ. ഇവിടെ ആൽഫ എന്താണ്? ആൽഫ is equal to 1 ആണ്. ബീറ്റ എന്താണ്? 2 ആണ്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? e raised to x into c1 cos 2x plus c2 sin 2x. അപ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ ആണ് കിട്ടിയിരിക്കുന്നത്. y is equal to e raised to x into c1 cos 2x plus c2 sin 2x. ഇനി നമുക്ക് ബൗണ്ടറി കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഈ ബൗണ്ടറി കണ്ടീഷൻസ് ഉപയോഗിച്ച് c1 ന്റെയും c2 ന്റെയും വാല്യൂ കണ്ടുപിടിക്കണം. We have to find out the value of c1 and c2 by using the boundary conditions. Boundary conditions ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? y of 0. ഫസ്റ്റ് കണ്ടീഷൻ y of 0 നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? -3 ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ x ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? 0 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് e raised to 0 1 വരും into c1 cos 0 എത്രയാണ്? c1 cos 0 1 ആണ്. അപ്പോൾ 1 into c1 plus c2 into c1. അപ്പോൾ അതിൽ നമുക്ക് എന്താ കിട്ടുന്നത്? c1 ന്റെ വാല്യൂ -3. അപ്പോൾ ഫസ്റ്റ് കോൺസ്റ്റന്റ് c1 is equal to നമുക്ക് എത്ര കിട്ടി? -3. ഇനി നമുക്ക് അടുത്ത കോൺസ്റ്റന്റ് ആരെ കണ്ടുപിടിക്കണ്ടേ? c2 കണ്ടുപിടിക്കണം. c2 കണ്ടുപിടിക്കാനായിട്ട് രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ y dash 0 ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഈ ഇക്വേഷൻ 1 ആണെങ്കിൽ ഇക്വേഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്താ കിട്ടുന്നത്? y dash is equal to e raised to x into ഇവിടെ പ്രൊഡക്റ്റ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യണം. e raised to x into c1 cos 2x plus c2 sin 2x ആണ്. അപ്പോൾ c1 into minus sin 2x into 2 plus c2 into cos 2x into 2 plus second function into c1 cos 2x plus c2 sin 2x into e raised to x ന്റെ ഡിഫറൻഷിയേഷൻ എന്താണ്? e raised to x. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന നമ്മൾ കണ്ടുപിടിച്ച y നെ നമ്മൾ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിച്ച റൂൾ ഏതാണ്? പ്രൊഡക്റ്റ് റൂൾ ഫോർ ഡിഫറൻഷിയേഷൻ. പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ചപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ into e raised to x into c1 into cos 2x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? cos 2x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ minus sin 2x into 2 plus c2 into cos 2x into 2
plus c1 cos 2x plus c2 cos sin 2x into e raised to x. ഇനി നമുക്ക് രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്താണ്? y dash 0 is equal to 1 എന്നാണ്. രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ y dash 0 is equal to 1 എന്നാണ്. y dash 0 is equal to 1. അപ്പോൾ y dash 0 is equal to 1. That implies 1 is equal to ഇവിടെയുള്ള x ന്റെ സ്ഥാനത്തൊക്കെ നമ്മൾ എന്ത് കൊടുക്കണം? 0 കൊടുക്കുമ്പോൾ e raised to x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഇവിടെ ഫസ്റ്റ് ടേമിൽ x ന് 0 കൊടുക്കുമ്പോൾ ഫസ്റ്റ് ടൈം 0 ആയി പോകും. കാരണം c1 sin 0 ആണ്. അപ്പോൾ sin 0 0 ആയി പോകും. രണ്ടാമത്തെ കേസിൽ x നമ്മൾ 0 കൊടുക്കുമ്പോൾ cos 0 എത്രയാണ്? 1 ആണ്. അപ്പോൾ 2c2 പ്ലസ് രണ്ടാമത്തെ കേസിൽ c1 c1 into 1 രണ്ടാമത്തെ കേസിൽ 0 ആയി പോകും into യുടെ വാല്യൂ എത്രയാണ്? അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 1 is equal to 2c2 plus c1. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2c2 നെയാണ്. അപ്പോൾ 2c2 is equal to 1 minus c1. That is 1 minus c1 എത്ര കണ്ടുപിടിച്ചത്? നമുക്ക് നമ്മുടെ c1 ന്റെ വാല്യൂ നമുക്ക് -3 കിട്ടി. 1 minus -3 that is 4. Therefore c2 ന്റെ വാല്യൂ എത്രയാണ്? 4/2 that is equal to. അപ്പോൾ c2 നമുക്ക് 2 എന്ന് കിട്ടി. അതുപോലെ c1 നമുക്ക് -3 കിട്ടി. Therefore നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ y is equal to e raised to x into c1 ന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുന്നു? c1 ന്റെ സ്ഥാനത്ത് -3 cos 2x plus c2 ന്റെ സ്ഥാനത്ത് കൊടുക്കുന്നു 2 sin 2x. നമുക്ക് അവസാനം കിട്ടിയ ആൻസർ എന്താണ്? e raised to x into -3 cos 2x plus 2 sin 2x എന്നാണ്. ഇത് ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? y double dash minus 2y dash plus 5y equal to 0. ഇതാണ് ഡിഫറൻഷിയേഷൻ, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷിയേഷൻ. ഇവിടെ നിന്ന് നമ്മൾ ആദ്യം ഇതിന്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതി. ഓക്സിലറി ഇക്വേഷൻ എന്താണ്? ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0. അതിൽ നിന്ന് ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ചു. കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഫോർമുല ഏതാണ്? -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac/2a. ആ ഫോർമുല ഉപയോഗിച്ച് നമ്മുടെ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ ലാംഡയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? 1 plus or minus 2a. 1 plus or minus 2a. Our roots are in the form of alpha plus or minus I beta. Alpha plus or minus I beta ആണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ എഴുതാനുള്ള ഫോർമുല എന്താണ്? e raised to alpha x into c1 cos beta x plus c2 sin beta x. അതിൽ ആൽഫയുടെ വാല്യൂ എന്താണ്? ആൽഫയുടെ വാല്യൂ 1 ആണ്. ബീറ്റയുടെ വാല്യൂ എന്താണ്? ബീറ്റയുടെ വാല്യൂ 2 ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y is equal to e raised to x into c1 cos 2x plus c2 sin 2x. ഇനി നമുക്ക് ഈ c1 c2 രണ്ട് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യനിൽ ബൗണ്ടറി കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ബൗണ്ടറി കണ്ടീഷൻസ് ഉപയോഗിച്ച് ഈ c1 എന്ന കോൺസ്റ്റന്റും c2 എന്ന കോൺസ്റ്റന്റും കണ്ടുപിടിക്കാം. അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? y0 is equal to -3. That is equal to ഈ ഇക്വേഷനിൽ x കാണുന്നിടത്തൊക്കെ നമ്മൾ 0 കൊടുക്കുമ്പോൾ ഇവിടെ e raised to 0 1 ആവും. ഇവിടെ നമുക്ക് cos 0 1 ആവും. sin 0 0. അപ്പോൾ -3 is equal to 1 into c1 plus 0. Therefore c1 ന്റെ വാല്യൂ -3 കിട്ടി. ഇനി നമുക്ക് c2 ന്റെ വാല്യൂ കിട്ടണം. c2 ന്റെ വാല്യൂ കിട്ടാനായിട്ട് ഈ ഇക്വേഷൻ ആണെങ്കിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് റൂൾ ഉപയോഗിക്കണം? പ്രൊഡക്റ്റ് റൂൾ ഫോർ ഡിഫറൻഷിയേഷൻ ഉപയോഗിക്കണം. എന്താണ് പ്രൊഡക്റ്റ് റൂൾ ഫോർ ഡിഫറൻഷിയേഷൻ? d/dx of u is equal to first function into derivative of second plus second function into derivative of first. ആ റൂൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ y dash is equal to നമുക്ക് എന്ത് കിട്ടും? e raised to x into ഈ ഫംഗ്ഷൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ c1 into cos 2x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ -sin 2x into 2 plus c2 into sin 2x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ cos 2x into 2 plus c1 cos 2x plus c2 sin 2x into derivative of first function e raised to x into e raised to x. അപ്പോൾ ഡെറിവേറ്റീവ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് കണ്ടീഷൻ y dash 0 is equal to 1. y dash 0 is equal to 1 ആണെങ്കിൽ ഇതിലുള്ള എല്ലാ x നും നമ്മൾ എന്ത് കൊടുക്കണം? 0 കൊടുക്കുമ്പോൾ e raised to 0 1 ആവും. ഫസ്റ്റ് ടൈമിൽ sin 0 ഉണ്ട്, അത് 0 ആയി പോകും. രണ്ടാമത്തേത് cos 0 1 ആണ്, അപ്പോൾ 2c2 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് cos 0 1 ആണ്, അപ്പോൾ c1 കിട്ടും. ഇവിടെ നമുക്ക് 0 ആണ്, അപ്പോൾ 0 കിട്ടും. c1 plus 0 into 1. അപ്പോൾ നമുക്ക് 2c2 plus c1 is equal to 1 കിട്ടും. 2c2 ന്റെ വാല്യൂ 1 minus c1 കിട്ടും. 1 minus c1 എത്രയായിരുന്നു? -3 ആയിരുന്നു. 1 minus -3 4 കിട്ടും. അപ്പോൾ c2 ന്റെ വാല്യൂ 2c2 ആണ് 4, c2 is equal to 2. Therefore നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ
എന്താണ് y is equal to ഈ C1 ന്റെ C2 ന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. C1 ന് -3 കൊടുക്കുന്നു, C2 ന് നമ്മൾ 2 കൊടുക്കുന്നു. അപ്പോൾ ഈ x into -3 cos 2x plus 2 sin 2x എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുക. ജൂൺ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് KT ചോയ്സ് ആണ് കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ.